عبدك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية منا إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم وإلى حضرة أهل الخير كلهم أجمعين. اللهم زدهم شرفا كما شرفتهم وقدم إلى كفرهم وكرامة إلى كراماتهم لديك. اللهم أمتنا بنصرهم وقنا بحمايتهم وحسنا بنصرتهم وكرما بحفظهم. اللهم اجعلنا تحت رعايتهم وكنفهم وحفظهم وترزقهم يا رب العالمين. اللهم بحقوقهم يسر لنا أمورنا مع راحة قلوبنا وأبداننا السلامة والعافية في ديننا ودنيانا وكلنا صاحبا في سفرنا وحضرنا وخليفة في أهلنا وتمس على وجوه أعدائنا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولأساتذتنا ولتلاميذنا ولأزواجنا ولذرياتنا ولسائر المؤمنين يا غفار الذنوب آمين برحمتك يا أرحم الراحمين. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, salatu wassalamu ala rasulillah wa ala alihi wa amma ba'd. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സംഘടനാ സഹപ്രവർത്തകരെ, നീണ്ട കഴിഞ്ഞ 28 വർഷമായി കേരളത്തിലെ തിരുവരങ്ങളിൽ പാടിയും പറഞ്ഞും എഴുതിയും നിരവധി ചരിത്രം രചിച്ച എസ്എസ്എഫിന്റെ സാഹിത്യോത്സവം 28ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യോത്സവിന്റെ ഉദ്ഘാടന സംഗമത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ നിരവധി വ്യക്തികളിൽ നിന്നും അവരുടെ കലാവാസനകളെയും എല്ലാം തിരിച്ചറിയുവാനും നമ്മുടെ എല്ലാ കഴിവുകളെയും മനസ്സിലാക്കുവാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ 28ാം വർഷം സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇരിങ്ങല്ലൂർ സെക്ടറിലെ 29 ബ്ലോക്കുകളിലും 50 യൂണിറ്റുകളിൽ നിന്നും സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിച്ച് അതിൽ നിന്നെല്ലാം വിജയിച്ച പ്രതിഭകളാണ് ഈ 2 ദിവസങ്ങളിലായി ഇരിങ്ങല്ലൂർ സാഹിത്യോത്സവത്തിൽ മാറ്റിവെക്കുന്നത്. 80-ൽ പരം മത്സരങ്ങളും 300-ൽ പരം പ്രതിഭകളും മാറ്റിവെക്കുന്ന ഇരിങ്ങല്ലൂർ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന സംഗമത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഉദ്ഘാടന സംഗമത്തിൽ സ്വാഗതം അർപ്പിക്കാവുന്നതാണ് പിന്നെ അർപ്പിതമായ കർത്തവ്യം. ഈ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഇരിങ്ങല്ലൂർ സെക്ടർ പ്രസിഡന്റ് അനൂർ സഖാഫി ഉസ്താദ് ബാലണി, അതുപോലെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എസ്എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ഉസ്താദ് ചോക്രോദിക്കലി ബുഹാരി കുളപ്പുറം ഉസ്താദിനെ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഹമ്മദ് മാസ്റ്റർ, എസ് വേങ്ങര ഡിവിഷൻ ജനറൽ സെക്രട്ടറി ജാസർ ചിറൂര്, അഹമ്മദ് ടിൻസാമി ഇരിങ്ങല്ലൂര് ഡിവിഷൻ സെക്രട്ടറി യാസർ സാദി, മറ്റു എല്ലാവരെയും ഈ ഉദ്ഘാടന സംഗമത്തിലേക്ക് വളരെ ആർദ്രമായി
السلام عليكم ورحمة الله تعالى وبركاته. മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഖലീൽ ഫൈസ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضوان الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയുടെ അധ്യക്ഷൻ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സാഹിത്യോത്സവങ്ങളിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇരുന്നൂർ സെക്ടർ സാഹിത്യോത്സവങ്ങളുടെ പ്രൗഢമായ വേദിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. കലാസാഹിത്യ പ്രവർത്തനം മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ളതാണ്. ആദിമ മനുഷ്യന്മാർ തങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ സ്വീകരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ചിത്രപ്പണികളിലൂടെയും ഗുഹകളിൽ വരച്ചു വെക്കുന്ന ചിത്രങ്ങളിലൂടെയും ഒക്കെ അവരുടെ ആശയങ്ങളെ അവർ കൈമാറ്റം ചെയ്തതായി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നു. പിന്നീട് എഴുത്ത് വിദ്യ വികസിച്ചു, യൂണിഫോം ലിപി രൂപപ്പെട്ടു, സാഹിത്യ രചനകൾ വിരചിതമാകാൻ തുടങ്ങി, ചരിത്രങ്ങൾ എഴുതപ്പെടാൻ തുടങ്ങി. കലാസാഹിത്യ മേഖല വളരെയധികം വികസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ സാമൂഹിക ജീവിയായ മനുഷ്യന് തീർത്തും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു മേഖലയായി കലാസാഹിത്യ മേഖല മാറി. ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സത്യത്തിന് വേണ്ടിയും അസത്യത്തിന് വേണ്ടിയും, നീതിക്ക് വേണ്ടിയും അനീതിക്ക് വേണ്ടിയും, ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അഹിംസക്ക് വേണ്ടിയും, നിർമ്മാണാത്മകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ധ്വംസനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ കലാസാഹിത്യ മേഖലയെ ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ലോക ചരിത്രത്തിൽ ഹിറ്റ്ലർ തന്റെ നാസി ജർമ്മനി രൂപപ്പെടുത്താൻ ഒരളവോളം ഉപയോഗപ്പെടുത്തിയത് തന്റെ പ്രഭാഷണ കലയെയാണ്. ഇങ്ങ് ഇന്ത്യ ചരിത്രത്തിൽ മഹാത്മാഗാന്ധി അഹിംസക്കെതിരെ, ഹിംസക്കെതിരെ അഹിംസയെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് തന്റെ പ്രഭാഷണ കലയെ മനോഹരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഭാഷണം മാനുഷിക മൂല്യങ്ങളുടെ, മാനവികതയുടെ കൃത്യമായ സന്ദേശം ലോകത്തിന് സമ്മാനിക്കുകയും ഇന്നും മാനവികതയെ പഠിക്കാൻ വേണ്ടി സമൂഹം
വായിച്ചെടുക്കുന്ന ഒരു പ്രഭാഷണമായി അറഫ പ്രഭാഷണത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് എത്രയോ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ ഒരുപാട് ആളുകൾക്ക് വിശുദ്ധ ദീനിന്റെ വഴി കാണിച്ചു കൊടുത്തതിന്റെ അനുഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കലാ സാഹിത്യ രൂപങ്ങൾക്ക് മനുഷ്യരിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു കാലത്താണ്. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവുമെല്ലാം അതിന്റെ മൂല്യങ്ങളെയെല്ലാം തകർക്കുന്നതിന് വേണ്ടി ഭരണകൂടം തന്നെ കൃത്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യന് മൃഗത്തിന്റെ പോലും വില കൽപ്പിക്കാത്ത ഒരു കാലത്ത് മാനുഷിക മൂല്യങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എതിർ ശബ്ദങ്ങളെ ഭയക്കുകയും പ്രതിപ്രവർത്തനങ്ങളെയും സംവാദങ്ങളെയും വളരെ ഭീതിയോടെ കാണുകയും പൗരന്റെ സ്വകാര്യതയിലേക്ക് വരെ കടന്നു വരാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഒരു കാലത്ത് പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ, പ്രതിപ്രവർത്തനത്തിന്റെ, സംവാദത്തിന്റെ കലാരൂപങ്ങളാണ്, വാക്കുകളാണ്, വരകളാണ് സാഹിത്യോത്സവിന്റെ വേദികളിൽ നിന്ന് നാം രൂപപ്പെടുത്തുന്നത്. 1993 ആരംഭിച്ച് 28ാമത് എഡിഷൻ സാഹിത്യോത്സവിൽ എത്തി നിൽക്കുമ്പോൾ കലാകൈരളിക്ക് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിക്കാൻ സാഹിത്യോത്സവിന്റെ വേദികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായി ഇടപെടുന്ന, സാംസ്കാരിക മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അക്രമ പ്രവർത്തനങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കലാബോധമുള്ള, ധാർമ്മിക അടിത്തറയുള്ള ഒരു സമൂഹത്തിന്റെ രൂപപ്പെടുത്തലാണ് സാഹിത്യോത്സവിലൂടെ സംഘടന ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ പ്രതിഭകളാണ് ഇന്ന് സാമൂഹിക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാഹിത്യോത്സവിലൂടെ വളർന്നു വന്നവരായിട്ട്. നമ്മളെല്ലാവരും മലബാറുകാരാണ്. മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമര പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനും മമ്പറം തങ്ങളുടെ സൈഫുൽ ബഖാറും ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യത്യസ്തങ്ങളായ സമര കാവ്യങ്ങളുമെല്ലാം വിരചിതമായ മണ്ണാണ് നമ്മുടേത്. സാഹിത്യോത്സവിലൂടെ നാം രൂപപ്പെടുത്തുന്നത് ആ സമര പാരമ്പര്യങ്ങളെ തിരിച്ചുപിടിച്ച് ഇനിയും ഒരുപാട് അവരുടെ വഴിയെ പ്രവർത്തിക്കുന്ന ഒരുപാട് സാഹിത്യ പ്രവർത്തകരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ്. അങ്ങനെ ഒരു പുതിയ തലമുറയെ കലാസാഹിത്യ രംഗത്ത് കൃത്യമായി ഇടപെടുന്ന, കാലത്തിന്റെ ചുവരെഴുത്തുകൾ കൃത്യമായി വായിച്ച് വേണ്ടിടത്തെല്ലാം നിലപാടുകൾ പറയുന്ന ഒരു നല്ല ചിന്തയുള്ള, ബോധമുള്ള ഒരു സമൂഹം അത് സാഹിത്യോത്സവത്തിലൂടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ കോവിഡ് കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ചേർന്ന് നിൽക്കേണ്ട മനുഷ്യരാണ് അകന്ന് വളരെ ഭീതിയോടുകൂടെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കേവലം സാമ്പത്തികമായ പ്രതിസന്ധികൾ മാത്രമല്ല, സാംസ്കാരികമായും സാമൂഹികമായും
വിദ്യാഭ്യാസപരമായും എല്ലാ മേഖലയിലും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച് മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സാഹിത്യോത്സവങ്ങൾ അതിജീവനത്തിന്റെ വേദികളായി മാറുകയാണ്. മനുഷ്യ മനസ്സുകൾക്ക് സാന്ത്വനം കൊടുക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ സാഹിത്യോത്സവത്തിന്റെ വേദികൾക്ക് സാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുന്നു എന്ന അർത്ഥത്തിൽ എന്നെ ശ്രമിക്കുന്ന മുഴുവൻ കലാസ്നേഹികളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം വേദികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുക എന്നത് നന്മയാഗ്രഹിക്കുന്ന, മൂല്യമുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കണമെന്ന് താല്പര്യപ്പെടുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കുമ്പോൾ സാഹിത്യോത്സവ് കേവലമായ കലാസാഹിത്യ പ്രകടനങ്ങളുടെ വേദി മാത്രമായിട്ടല്ല സംഘടന കാണുന്നത്. അതോടൊപ്പം ഇതിന്റെ സംഘാടനം ഒരു വലിയ പരിശീലനമാണ്. കുറ്റമറ്റ രീതിയിൽ സാഹിത്യോത്സവിനെ രൂപപ്പെടുത്തുന്നു എന്നത് SSFന്റെ സാഹിത്യോത്സവ വേദികളുടെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ ഒരു തരത്തിലുള്ള അപസ്വരങ്ങളും സാഹിത്യോത്സവിന്റെ വേദികളിൽ മത്സര വിഷയങ്ങളിലോ അതിന്റെ സംഘാടനത്തിന്റെ വിഷയത്തിലോ നാം കേൾക്കാറില്ല എന്നത് ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കുറ്റമറ്റ രീതിയിൽ ഈ സാഹിത്യോത്സവിനെ രൂപപ്പെടുത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ കൂട്ടുകാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ അവസരത്തിൽ ഞാൻ മത്സരാർത്ഥികളായി വന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മിപ്പിക്കുന്നത്, നമുക്കൊരുപാട് കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിയുക എന്നത് സാഹിത്യോത്സവ വേദികളിലൂടെ നാം നടത്തുന്നുണ്ട്. നാം തിരിച്ചറിഞ്ഞ് നമുക്കുണ്ടെന്ന് ബോധ്യപ്പെട്ട കഴിവുകളെ അത് ഇനിയും പരമാവധി പരിശീലനങ്ങൾ നേടിക്കൊണ്ട് അതിനെ മികവുറ്റതാക്കുകയും അതിനെ ധർമ്മത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന വലിയ ദൗത്യം നമുക്കുണ്ട്. എഴുത്തുകാരന്റെ പേനയിൽ നിന്നുദിക്കുന്ന മഷിത്തുള്ളികൾക്ക് രക്തസാക്ഷിയുടെ നിണകണത്തേക്കാൾ വലിയ പ്രതിഫലമുണ്ടെന്ന്, പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കളാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ. ഒരു മനുഷ്യ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, സംസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടി, സാമൂഹിക ഇടപെടലുകൾ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഇസ്ലാമിന്റെ ജീവിത രേഖയായി ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, അതിന്റെ ആദ്യ വചനം ഇഖ്റ, വായിക്കുക എന്ന വലിയ സന്ദേശം കൈമാറിയ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വക്താക്കളാണ് നമ്മൾ. ആ അർത്ഥത്തിൽ നമുക്ക് ലഭിച്ച നൈസർഗികമായ കഴിവുകളെ വിശുദ്ധ ദീനിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നല്ല നിർമ്മിതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ നമ്മുടെ കഴിവുകളെ ആ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ച എത്രയോ ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ സാഹിത്യോത്സവ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഓരോ ചലനത്തോടൊപ്പം ഓരോ നെഞ്ചിടിപ്പോടൊപ്പം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കാലങ്ങളായി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവങ്ങൾ, ആ സാഹിത്യോത്സവങ്ങൾ സംഭാവന ചെയ്യുന്ന പ്രതിപാദനരായ വിദ്യാർത്ഥികൾ, അവർ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, ചിന്തകൾ, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യർ എന്നുള്ള നിലക്ക് ജന്മനാ നമ്മളിൽ ഒരുപാട് കഴിവുകൾ സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഔദാര്യമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ അത്തരം കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അത് സമൂഹത്തിനും സഹജീവികൾക്കും ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് മാറ്റി ക്രിയാത്മകമായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാവുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും കടമ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാഹിത്യവും കലകളും കവിതകളും അതുപോലുള്ള നിറവർണ്ണങ്ങളെല്ലാം നാം അറിഞ്ഞ ചുറ്റുപാടുകളെ, നാം അറിഞ്ഞ സമൂഹത്തെ, പരിസ്ഥിതിയെ നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ വളർന്നു വന്ന ആശയങ്ങളെ അത് നമ്മൾ പ്രകടിപ്പിക്കുകയും നേരത്തെ വെളിച്ചം കാണാതെ പോയ പല ആശയങ്ങൾക്കും അവസരമുണ്ടാവുകയും ചെയ്യുന്നു. അത്തരം സാധ്യതകൾക്ക് അവസരം കൊടുക്കുന്നു എന്നതാണ് സാഹിത്യോത്സവങ്ങൾ കൊണ്ട് നമ്മളെ ലക്ഷ്യം വെക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇരിങ്ങല്ലൂർ സെൻട്രൽ സാഹിത്യോത്സവമാണ്. അതിന്റെ ഉദ്ഘാടന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ ഓരോ സമയവും ഇതിനായിട്ട് ചിലവഴിക്കുകയും കൃത്യമായ രീതിയിൽ ആസൂത്രണത്തോടുകൂടെ തന്നെ പഠിച്ച് ക്രിയാത്മകമായി ഓരോ കാര്യങ്ങളെയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ നമുക്ക് മുമ്പിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലെല്ലാം നല്ല മികച്ച കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ള ഉസ്താദ് അഹ്മദ് കുട്ടി നിസാമി ഇരിങ്ങല്ലൂർ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അൻവർ സഖാഫി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു പ്രിയപ്പെട്ട കൂട്ടുകാർ, നാം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ ഒരു വലിയ
പ്രോഗ്രാമിന്റെ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പ്രോഗ്രാമിന്റെ കാലങ്ങൾ മാറിയപ്പോൾ മനുഷ്യന്റെ ചിന്തകൾ മാറിയപ്പോൾ നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അത് വിജയത്തിലാക്കിക്കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ പ്രോഗ്രാം, അതിന്റെ വില എത്രയാണെന്ന് ഒരുപക്ഷെ ഇന്ന് എന്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ അത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊള്ളണം എന്നില്ല. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം, അതാണ് നമ്മുടെ SSFന്റെ സാഹിത്യോത്സവം എന്നുള്ളത്. എന്റെ പഠനകാലത്ത് SSFന്റെ യൂണിറ്റ് പ്രസിഡന്റും അന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇതിലേക്ക് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ സംഘടിപ്പിച്ചത് കൊണ്ട് അതിൽ നിന്നുണ്ടായ നേട്ടങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളിലുണ്ടായ കഴിവുകൾ, ഇന്നവർ എത്തി നിൽക്കുന്ന മേഖലകൾ അതൊക്കെ പരിശോധിച്ചാൽ ഈ ചെറിയ പ്രദേശത്ത് നാം ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ കാണാൻ സാധിക്കും. ഇത് എന്റെ ഒരു ചെറിയ അനുഭവം മാത്രമാണ്. ഇത് തന്നെയാണ് കേരളത്തിന്റെ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് GCCയിൽ അവിടെയും സംഘടിപ്പിക്കപ്പെടുന്ന സാഹിത്യോത്സവങ്ങൾ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഇതിനെ അതിൻ്റെതായ രീതിയിൽ നാം എടുക്കുകയും നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വിവിധങ്ങളാകുന്ന കഴിവുകളുണ്ട്. ആ കഴിവുകളെ നാം കണ്ടെത്തണം. അതുപോലെ തന്നെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒറ്റയടിക്ക് പറഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ തന്നെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് നാം കാണുന്ന ഈ ഐശ്വര്യത്തിലും സന്തോഷത്തിലും ആരുടെ മുമ്പിലും തലകുനിക്കാതെ നാം SSFകാരനാണ് അല്ലെങ്കിൽ SVSകാരനാണെന്ന് തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്സത്ത് നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 85 ഇനങ്ങളിലായി ആദ്യമൊക്കെ ഞാൻ ഓർക്കുകയാണ് 20-25 ഇനങ്ങൾ. പിന്നെ അതിന്റെ ശേഷം ഒരു പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനായി കുറ്റിത്തറയിൽ സെക്ടർ കമ്മിറ്റിയുടെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഞാൻ കേട്ടിരുന്നത്, അന്ന് തന്നെ പോസ്റ്ററിൽ കണ്ടിരുന്നത് 65 ഇന പരിപാടിയാണ്. ഇപ്പോൾ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞത് 85 ഇനങ്ങളിൽ മത്സരങ്ങൾ നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘടന, നമ്മുടെ നേതൃത്വം നമുക്ക് മുന്നിൽ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം നമ്മുടെ കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുകയും എല്ലാവരെയും നമ്മുടെ ഈ സാഹിത്യോത്സവത്തിന്റെ ഈ മത്സരമായി കാണേണ്ട ആവശ്യമില്ല. ഒരാളെ എപ്പോഴെങ്കിലും വിജയിക്കും, അല്ലെങ്കിൽ ഒരാൾ 1 പോയിന്റ് അല്ലെങ്കിൽ 1/2 പോയിന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രേഡ് അടിസ്ഥാനത്തിൽ ചിലപ്പോൾ സെക്കൻഡിലേക്ക് വരും, മുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന്. പക്ഷെ ഈ പരിപാടിയിൽ നമ്മുടെ കൂട്ടുകാരനെ, നമ്മുടെ അയൽവാസിയുടെ മകനെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നിങ്ങളൊക്കെ അത് ചെയ്യുന്നവരാണ്, വളരെ ആത്മാർത്ഥമായി ഇതിലേക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ്. ഇതിന്റെ ചലനങ്ങളും ഇതിന്റെ പ്രവർത്തനങ്ങളും എപ്പോഴും വീക്ഷിക്കുന്നവരാണ്. എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ നേതാക്കന്മാരും എന്നെ പോലത്തെ ആളുകളുമായി ബന്ധപ്പെടാറുണ്ട്. എന്നുമായിട്ട് അതുപോലെ തന്നെ മുൻകൈ പോയിരുന്ന SSFന്റെ നേതാക്കന്മാരുമായിട്ട് നേതാക്കന്മാർ, നമ്മുടെ സെക്രട്ടറി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാരൊക്കെ ബന്ധപ്പെടാറുണ്ട്. അത് തന്നെയാണ് അവരുടെ അവർക്ക് നൽകുന്ന മുൻകൈ നേതാക്കന്മാർക്ക് നൽകുന്ന ആ സ്ഥാനവും മാനവും ഒക്കെയാണ് നാം ഇതിലൂടെ പഠിച്ചെടുക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശക്തമായി മുന്നേറുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ ദുആ ആശംസയായി സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വേദിയിൽ അവാർഡ് ദാനങ്ങളാണ് നടക്കുന്നത്.
ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോഴും അവർക്ക് കൃത്യമായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങളും അതുപോലുള്ള കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങുകയും വിദേശ രാജ്യങ്ങളിൽ ഭരണകൂടത്തിന്റെയും അതുപോലുള്ള മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത നമ്മുടെ നാട്ടുകാരൻ അഹമ്മദ് കുട്ടി നിസാമി ഉസ്താദിന് ഇരിങ്ങല്ലൂർ സെക്ടർ കമ്മിറ്റിയുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. മറ്റു ചില വാർത്തകളിൽ നിന്നും ചെയ്യുന്നു. വിസാല ക്യാമ്പുമായി ബന്ധപ്പെട്ട് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വിസാല പണിക്കാരെ ചേർത്ത വിൽപ്പന യൂണിറ്റിന് സ്നേഹോപകരണം നൽകുന്നു. സ്നേഹോപകരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. ഒരു സാഹിത്യോത്സവം ഇതിന്റെ ഒരു ആഘോഷത്തിലാണ്. നമുക്ക് ഒരു 28 വർഷക്കാലത്തോളം നാം ഏറ്റെടുക്കുന്ന വിപ്ലവം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ മ്ലേച്ഛമായ അല്ലെങ്കിൽ ചേതനയേറ്റ അനാശ്രയ പ്രവർത്തനങ്ങളും അനീമസമായ ചുറ്റുപാടിലും നാം നിലനിൽക്കുമ്പോൾ കല അതിന്റെ സർവവിധ പ്രദർശനങ്ങളും ഏതൊക്കെ രീതിയിൽ സാധ്യമാകുമെന്നതിനെ വ്യക്തമായിട്ട് എടുത്തു കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലുതാത്ത മാതൃകയാണ് സാഹിത്യോത്സവം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം ഏത് തരത്തിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് കലയെ അടിയാളപ്പെടുത്തുന്നത് എന്ന് തന്നെ ഇത് വളരെ വ്യക്തമായി നമുക്ക് കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഒരു സാഹിത്യോത്സവന്റെയും ഒരു വിശാലമായ ലക്ഷ്യം എന്ന് പറയുന്നത് കലയും ഉயிருള്ള കവിതയും അതുപോലെ മറ്റു അനശ്വരമാക്കുന്ന പരിസരങ്ങൾ. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, നശ്വരമാകുന്ന ഈ ഭൂമികയിൽ അനശ്വരമാക്കുന്നതോ ചില പരിസരങ്ങൾ മാത്രം. അങ്ങനെ അത്രയും ഇമോർട്ടൽ ആയിട്ടുള്ള ഒരു ആർട്ട് അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിന് ആവശ്യം. അതൊക്കെ തന്നെയാണ് ഈ പാട്ടും കലയും വരയും എന്നുള്ള പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ മാധ്യമം. അതിനെ ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയെടുക്കുക. അതൊരു സാഹിത്യോത്സവം 28 വർഷക്കാലത്തോളം ഒന്നുകൂടെ കൂട്ടി പറയുകയാണെങ്കിൽ 2 വർഷത്തിന്റെ അതിജീവനത്തിന്റെ ഒരു കഥയും കൂടി ചേർത്തിക്കൊണ്ട് പറയുന്ന 2ാം എഡിഷൻ എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം. പ്രസ്തുത സംഗമത്തിൽ കൂടിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.